ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു തക്കാളി ചട്നി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിന് വേണ്ട സാധന സാമഗ്രികൾ: വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, ഉള്ളി, പിന്നെ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് മൂത്ത് വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും കൂടി ആഡ് ചെയ്തിട്ട് മൂപ്പിക്കുക കുറച്ച് നേരം. അപ്പോൾ ഇതിങ്ങനെ എണ്ണ ചൂടായി വന്നു. ഇനി ഇതെല്ലാം ഇതിലേക്കിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇപ്പം സവാളയും കൂടി ഇടും. പിന്നെ നിങ്ങളിത് കാണുമ്പം അഭിപ്രായം പറയണേ. നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ പറയണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എല്ലാവരും കാണാൻ ശ്രമിക്കുക, ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നല്ല എനിക്കും കൂടുതലൊരു മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സന്തോഷം വരുള്ളൂ. ഇതിലേക്ക് ആഡ് ചെയ്ത് പിന്നെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടെ ആഡ് ചെയ്തു. ഇതൊരു 4-5 മിനിറ്റ് തിരി കുറച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം ചിലപ്പം നിങ്ങളിതുപോലെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ടേസ്റ്റായിട്ടുള്ളത് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. ഞാനിത് ഉണ്ടാക്കുന്നത് വളരെ നല്ല ടേസ്റ്റാണ്. മക്കൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഉള്ളി മൂത്ത് വരുമ്പം അതിലേക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കണേ. കുറച്ച് അത്യാവശ്യം വേണ്ട ഇത് കായം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് അതൊരു 4-5 മിനിറ്റ് ആ ഒരു ബ്രൗൺ കളർ ഏകദേശം ഉള്ളി മൂത്ത് വരുന്നവരെ ഇളക്കുക. അതിന് ശേഷം ഞാനിപ്പം അതിലേക്ക് തക്കാളി ആഡ് ചെയ്തേ. തക്കാളി ഇട്ടിട്ടും ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം. അത് പിന്നെ ഒരു പ്ലേറ്റിലൊഴിച്ച് തണിയാൻ വെക്കുക. അതിന് ശേഷം ഇതൊരു മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. പിന്നെ തണിഞ്ഞതിന് ശേഷം തണിഞ്ഞതിന് ശേഷം മാത്രമേ അരക്കാവുള്ളൂ. ഇതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട തക്കാളി ചട്നി, നല്ല ടേസ്റ്റുള്ള ചട്നിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. തക്കാളി ചട്നി റെഡി. സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും കാണുക. സബ്സ്ക്രൈബർ തീരല്ല. എല്ലാവരും ഒന്ന് സബ് ചെയ്യൂ. താങ്ക് യു.